ഹലോ, അപ്പൊ ഇന്നിന് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലെ നാലാമത്തെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ നേരത്തെ 3 ക്ലാസ് ഇട്ടിരുന്നു. ആദ്യം തന്നെ എല്ലാവരും ആ 3 ക്ലാസ്സും പോയി കണ്ടിട്ട് ഈ ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഇന്നിന് നമ്മൾ പറയാൻ പോകുന്നത് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു സ്തൂപങ്ങളും അതിന്റെ ഘടനയും എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലങ്ങളാണ്. ബുദ്ധന്റെ ശരീരാവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത മൺമേടുകളാണിവ. കല്ലുകൊണ്ടോ ഇഷ്ടികകൾ കൊണ്ടോ ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ബുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തതിന്റെ മുകളിലാണ് സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബുദ്ധന്റെയും ബുദ്ധമതത്തിന്റെയും അടയാളം എന്ന രീതിയിൽ സ്തൂപങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തതിന്റെ മുകളിൽ നിർമ്മിച്ചിട്ടുള്ളതാണെന്ത് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധന്റെ ശരീരാവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത മൺമേടുകളാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് സ്തൂപങ്ങളുടെ ഘടന എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത്. സ്തൂപം എന്ന് പറയുന്ന വാക്ക് സംസ്കൃത വാക്കാണ്. അതിന്റെ അർത്ഥം കൂമ്പാരം അഥവാ മൺമേട് എന്നാണ്. ആദ്യം സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്താകൃതിയിലെ ലളിതമായിട്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. പിന്നീട് അണ്ട എന്ന പേരില് ഇത് അറിയപ്പെടാൻ തുടങ്ങി. ക്രമേണ ഈ ഒരു സ്തൂപത്തിന്റെ ഘടനയിലും മാറ്റങ്ങൾ വന്നു. ഘടന സങ്കീർണമാവാൻ തുടങ്ങി. അർദ്ധവൃത്താകൃതി എന്നുള്ളത് വൃത്താകൃതിയിലും സമചതുരാകൃതിയിലുമായിട്ട് മാറി. അതായത് ആദ്യം സ്തൂപങ്ങളെ അർദ്ധവൃത്താകൃതിയിലെ ലളിതമായിട്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. പിന്നീട് അത് വൃത്താകൃതിയിലും സമചതുരാകൃതിയിലും നിർമ്മിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇനി ഈ അണ്ടയുടെ മുകളിൽ ബാൽക്കണി പോലുള്ളൊരു നിർമ്മിതി ഉണ്ടാക്കിയിരുന്നു. അതിനെ ഹാർമിക എന്നാണ് വിളിച്ചിരുന്നത്. അണ്ടയുടെ മുകളില് ബാൽക്കണി പോലുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കി അതിനെ ഹാർമിക എന്നാണ് വിളിച്ചിരുന്നത്. ഹാർമിക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശ്രീകോവിൽ എന്നാണ്. അപ്പോൾ ശ്രീകോവിൽ എന്നർത്ഥം വരുന്ന ഹാർമിക ഇത് ദൈവത്തിന്റെ വാസസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഈ ഹാർമികയിൽ നിന്ന് ഒരു കൊടിമരം നിർമ്മിച്ചു. ഈ കൊടിമരത്തെ യഷ്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൊടിമരം അറിയപ്പെടുന്നത് യഷ്ടി എന്ന പേരിലാണ്. ഇനി ഈ ഒരു യഷ്ടിക്ക് ചുറ്റും അല്ലെങ്കിൽ കൊടിമരത്തിന് ചുറ്റും ഛത്രങ്ങൾ ഉണ്ടായിരുന്നു. ഛത്രങ്ങൾ അല്ലെങ്കിൽ കുടകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മേടിന് ചുറ്റും കൽവേലി കെട്ടി വിശുദ്ധ സ്ഥലത്തെ ഭൗതിക ലോകത്തിൽ നിന്നും വേർതിരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് സ്തൂപത്തിന്റെ ഘടന എന്ന് പറഞ്ഞാല്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തൂപമാണ് സാഞ്ചി സ്തൂപം എന്ന് പറയുന്നത്. സാഞ്ചി കനകരേഖ എന്ന് പറയുന്ന ഒരു കുന്നിൻ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സാഞ്ചി കനകരേഖ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു കുന്നിൻ മുകളിലാണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ സ്തൂപത്തിന്റെ ഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാല് അർദ്ധവൃത്താകൃതിയിലായിരുന്നു. പിന്നീട് അണ്ട എന്നറിയപ്പെട്ടു. അതിനുശേഷം ഘടനയിൽ മാറ്റം വന്നപ്പം വൃത്താകൃതിയിലും സമചതുരാകൃതിയിലുമായി. പിന്നീട് അണ്ടയുടെ മുകളിൽ എന്ത് നിർമ്മിച്ചു? ബാൽക്കണി പോലുള്ള നിർമ്മിതി. അതിനെ നമ്മൾ ഹാർമിക എന്നറിയപ്പെട്ടു. ഹാർമികയുടെ അർത്ഥം ശ്രീകോവിലാണ്. ഇനി ഹാർമികക്ക് മുകളിൽ എന്തുണ്ട്? ഒരു കൊടിമരം, അതിനെ യഷ്ടി. ഈ യഷ്ടിക്ക് ചുറ്റും എന്തുണ്ട്? ഛത്രങ്ങളുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്തൂപങ്ങളും സ്തൂപത്തിന്റെ ഘടനയും. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ.